കഴക്കൂട്ടത്തെ ഒരു പൗരൻ അദ്ദേഹത്തിന്റെ യാത്രാ ദുരിതത്തെക്കുറിച്ചിട്ടൊരു വീഡിയോ കാണാനിടയായി. ആരാണെന്ന് അറിയില്ല. എന്നിരുന്നാലും ഒരു പ്രായമായ 56 വയസ്സുള്ള വ്യക്തിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഓഡിയോ ഉൾപ്പെടെ അദ്ദേഹം ഒരു ജെനുവിനായ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതായത് കഴക്കൂട്ടത്ത് നിന്ന് കുളത്തൂർ പോകുന്ന പാരലൽ റോഡുണ്ട്, ജംഗ്ഷനിൽ നിന്ന് കുളത്തൂരിലേക്ക് പോകുന്ന റോഡ് ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിന്റെ ദുരിതാവസ്ഥ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ ഞാൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പലരും അത് വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ചെയ്യാത്തത് ഒരു പുതിയ ജനപ്രതിനിധി വന്നതാണ്. നമ്മളത് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം നീ ഇതൊന്നും കണ്ടില്ലടാ എന്നൊരു ക്വസ്റ്റ്യൻ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ രാഷ്ട്രീയം കലർത്തി ചിലർ ന്യായീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങളത് കേൾക്കേണ്ടതുണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കണ്ടപ്പോഴാണ് നാട്ടുകാരെ ആ ജെനുവിൻ വിഷയം കേൾപ്പിക്കേണ്ടതുണ്ട്. പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ്, മാനസികമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നേരത്തെ MLA ആയിട്ടുള്ള കടകംപള്ളിയുടെ പരാജയത്തിന് ഈ റോഡിന്റെയൊക്കെ ആ ദുരിതാവസ്ഥ ഒരു കാരണം കൂടിയാണ് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ആ റോഡിന്റെ അവസ്ഥ പുതിയ ജനപ്രതിനിധി വന്നിട്ടും ആ അവസ്ഥയിൽ നിന്ന് ഒരു പുരോഗമനവും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ആ വീഡിയോ തെളിയിക്കുന്നുണ്ട്. ഇതേ കണ്ടേ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 53 വയസ്സിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് ലൈക്ക് കിട്ടാനോ ഷെയറിനോ ഒന്നിനുമല്ല. നമ്മുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം. ഈ റോഡ് നിങ്ങൾ കാണുന്നത് കഴക്കൂട്ടം ടു കുളത്തൂരാണ്. ഈ റോഡിൽ വരുന്നത് ടെക്നോ പാർക്കിലെ സ്റ്റാഫ് യൂസ് ചെയ്യുന്നുണ്ട്, VSSEയിൽ പോകുന്നവർ, അവിടെ ഒരു സ്കൂളുണ്ട്. ഇതിനെല്ലാം മേളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ അധികം വണ്ടികൾ ഓടുന്ന ഒരു വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മറ്റതെല്ലാം ബ്ലോക്കായി, ഫുൾ ട്രാഫിക് ബ്ലോക്കാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10-12 വർഷത്തിൽ കൂടുതലാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു പ്രാവശ്യം ജപ്പാൻ കുടിവെള്ളമെന്ന് പറഞ്ഞ് പൊളിക്കും, വീണ്ടും റിപ്പയർ ചെയ്യും, വീണ്ടും അണ്ടർഗ്രൗണ്ട് പൈപ്പ് എന്ന് പറഞ്ഞ് പൊളിക്കും, വീണ്ടും റിപ്പയർ ചെയ്യും. ഇതിങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? സ്ഥിരം വാചകങ്ങളായിരിക്കും കമന്റായിട്ട് വരാൻ പോകുന്നത്. 45 വർഷം നഗരസഭ നിങ്ങളല്ലേ ഭരിച്ചത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങളുടെ MLA ഒക്കെ ആയിരുന്നില്ലേ, സർക്കാരായിരുന്നില്ലേ എന്നുള്ള ചോദ്യം കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനാണ് പലരും പരിശ്രമിക്കാറ്. പക്ഷേ ജനങ്ങളുടെ ആകുലതയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എത്ര സമയം ആയിക്കോട്ടെ, ഈ മഴക്കാലമാണ്, വലിയ വലിയ കുഴികളാണ്, രാത്രി യാത്ര ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും അപകടത്തിൽ പറ്റിയാൽ ഞാനല്ല ജനപ്രതിനിധി, കഴിഞ്ഞ MLAയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ, കാര്യം തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ആദ്യം പ്രഖ്യാപിച്ചൊരു കാര്യം, എല്ലാ റോഡുകളും, നഗരസഭാ പരിധിയിലെ എല്ലാ റോഡുകളും 3 മാസത്തിനകം കുറ്റമറ്റതാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പലതും പാതി വഴിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്, നടപ്പായിട്ടില്ല. മേയർ അമേരിക്കയിലേക്ക് ടൂർ പോയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കഴക്കൂട്ടത്ത് BJP MLA ആദ്യമായി വിജയിച്ച സന്ദർഭമാണ്. ഇത്തരമൊരു റോഡിന്റെ അവസ്ഥ, പ്രധാനപ്പെട്ട റോഡാണ്, ടെക്നോ പാർക്കുള്ള പ്രദേശമാണ്, എംപ്ലോയീസ് വരുന്ന ഇടമാണ്, ഒപ്പം തന്നെ കഴക്കൂട്ട റെയിൽവേ സ്റ്റേഷൻ ഉള്ള ഇടമാണ്, ബൈപ്പാസിലേക്ക് പോകേണ്ട പാരലൽ റോഡാണ്, അനവധി പേർ ആശ്രയിക്കുന്ന ഒരു റോഡ്. അതിന്റെ അവസ്ഥയെക്കുറിച്ച് ആ പ്രായമായ ഒരു പൗരൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. നേരത്തെ MLAയുടെ പ്രശ്നമായിരുന്നെങ്കിൽ ആ പ്രശ്നത്തിനു കൂടിയാണ് ഇപ്പോ പുതിയ ജനപ്രതിനിധിയെ ജനം തെരഞ്ഞെടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കടന്നു വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി എത്ര കാലം വേണ്ടിവരും എന്നുള്ള കാര്യമാണ്. കാര്യം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ MLAക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ MLA അതിൽ ഇടപെട്ട് ഒരു മാതൃക കാട്ടാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് കാണിക്കാത്തത് കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ തനിയെ പൊന്തി വരുന്നത്. ഒരു പുതിയ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് 3-4 മാസം കൊണ്ട് എല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ പറ്റൂ? ഇല്ലെന്നേ, അങ്ങനെ ആരും ശാഠ്യം പിടിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. ആ പ്രയോറിറ്റി ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കുളത്തൂരിലേക്ക് പോകുന്ന ആ പാരലൽ റോഡ്. അത് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അനവധി പേർ താമസിക്കുന്ന, ടെക്നോ പാർക്ക് എംപ്ലോയീസ് ഉപയോഗിക്കുന്ന, റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നിരവധി പേർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ റോഡിലെ ഗതാഗത പ്രശ്നം MLAക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ശരിയാക്കേണ്ടതുണ്ട് എന്ന് നാട്ടുകാർ പറയുന്ന പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്.